ഘടികാരസൂചി അനുസ്യൂതം കുതിക്കുകയാണ്. സെക്കൻഡുകൾ വർഷങ്ങളായി മാറുന്നത് നാം അറിയുന്നേയില്ല. കറുത്ത മുടികൾ നരച്ചു തുടങ്ങുന്നു. ചർമ്മത്തിൽ ചുളിവുകൾ വീണു തുടങ്ങി. കാലം അതിവേഗം നമ്മയും കൊണ്ട് യാത്ര തുടരുകയാണ്. ചുമരിൽ തൂങ്ങിയാടുന്ന കലണ്ടറിലെ ഏതോ ഒരു തീയതി വരെ ഈ യാത്ര തുടരും. അന്ന് ക്ഷണിക്കാതെ എത്തുന്ന അതിഥി നമ്മെ പിടിച്ചിറക്കി കൊണ്ടുപോകും. ആ ദിവസം, സമയം, സ്ഥലം ഒന്നും ഒരാൾക്കും അറിയില്ല. പക്ഷേ മരണമെന്ന പ്രപഞ്ചത്തിലെ അനിവാര്യതയ്ക്ക് ഒരു ദിവസം നാമും കീഴടങ്ങേണ്ടി വരും. തീർച്ച. فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുന്നതാണ്. നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ. അപ്പോൾ ആർ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നുവോ അവനാണ് വിജയം നേടുന്നത്. ഐഹിക ജീവിതം കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. സുഹൃത്തെ, എങ്കിൽ ഇരുട്ടിൽ തെളിഞ്ഞു കത്തി എരിഞ്ഞു തീരുന്ന മെഴുകുതിരി പോലെയല്ലേ നമ്മുടെ ജീവിതവും? ഭൂമിയിൽ ഓരോ നിമിഷവും 1000 ജന്മങ്ങൾ നിശ്ചലമായി കൊണ്ടിരിക്കുന്നു. അതിൽ കൈക്കുഞ്ഞു മുതൽ വയോവൃദ്ധർ വരെയുണ്ട്. നിശ്ചയിക്കപ്പെട്ട നേരം തെറ്റാതെ മോഹങ്ങളുടെ അന്തകനെത്തും. മരണത്തിന്റെ കൈകളിൽ നിന്ന് ആത്മാവിനെ തിരിച്ചു പിടിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين. എന്നാൽ ജീവൻ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് പിടിച്ചു നിർത്താനാകാത്തത്? നിങ്ങൾ അന്നേരത്ത് നോക്കിക്കൊണ്ടിരിക്കുമല്ലോ. നാം ആണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കാളും അടുത്തവൻ. പക്ഷേ നിങ്ങൾ കണ്ടറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ ദൈവിക നിയമത്തിന് വിധേയരല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ജീവൻ മടക്കിയെടുക്കാനാവുന്നില്ല? നിങ്ങൾ സത്യവാദികളാണെങ്കിൽ അവസാനം പൊതുദർശനത്തിന് വെച്ച താങ്കളുടെ നിശ്ചല മേനി നിറമിഴികൾ കണ്ടുതീരുമ്പോൾ, സാവകാശം അത് വീടിന്റെ ഗേറ്റ് കടക്കുമ്പോൾ, നീണ്ട വർഷങ്ങൾ കൊണ്ട് നേടിയതെല്ലാം മറ്റു ചിലരുടേതായിത്തീർന്നു. വീട്, പറമ്പ്, വാഹനം, ബാങ്ക് ബാലൻസ് തുടങ്ങിയെല്ലാം ഒരുപക്ഷെ കൂടെ ഉറങ്ങിയ ഇണ പോലും. പാതയോരങ്ങളിലൂടെ പതിയെ താങ്കളുടെ നിശ്ചല ശരീരം ചുമലിൽ വഹിച്ചു നീങ്ങുന്ന മക്കൾക്കും ബന്ധുക്കൾക്കുമായി പലതും താങ്കൾ ബാക്കി വെച്ചു. തലമുറകൾക്ക് ഉല്ലസിച്ചു ജീവിക്കാനുള്ളത് നാം ഒരു കൂട്ടിവെച്ചിട്ടുണ്ട്. എന്നാൽ 3 കഷ്ണം പരുത്തി തുണിയല്ലാതെ ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട് സഹോദര?